എല്ലാവർക്കും നമസ്കാരം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ക്ഷേത്രം നമുക്ക് ധ്യാനം ചെയ്യാനുള്ള ഒരു സ്ഥലമാണുള്ളത്. ബ്രാഹ്മി 21 ഡേയ്സും ധാരാളം ഈവൻസിൽ ദീക്ഷ എടുത്തുകൊണ്ട് പോയവർക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യവുമാണ് ക്ഷേത്രത്തിൽ നമുക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഉയർന്നൊരു വൈബ്രേഷൻ. ഇപ്പോൾ റീസെൻ്റ്ലിയും ശിവരാത്രി ഒരു ഈവൻ്റ് കഴിഞ്ഞ് പോയി അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗുരുജി ക്ഷേത്രത്തിൽ ചെല്ലുമ്പം എനിക്ക് ആ കമ്പനത്തെ, ആ സ്പന്ദനത്തെ അറിയാൻ പറ്റുന്നുണ്ടെന്ന്. ബ്രാഹ്മി 21 ഡേയ്സ് കഴിഞ്ഞ് ക്ഷേത്രങ്ങളിൽ പോയവർക്ക് നന്നായി അറിയുന്നുണ്ട് ഇപ്പോഴും. ആ ഒരു ക്ഷേത്രത്തിലെ ഡിവൈൻ ഏത് ചക്രങ്ങളിലാണ് മാനിഫെസ്റ്റ് ആയിട്ടുള്ളതെന്നുള്ളത് നമുക്കവിടെ ചെല്ലുമ്പോൾ ആ കമ്പനം തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥ. അപ്പോൾ ക്ഷേത്രത്തിൽ നിങ്ങൾ പലരും പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കും ഫ്രണ്ട് വശത്തു നിന്നാണ് ദേവത അല്ലെങ്കിൽ ദേവൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പൻ നമ്മളിപ്പം നേരെ ആ ദേവൻ ഇരിക്കുന്നതിൻ്റെ മുന്നിലിരുന്ന് തന്നെ മെഡിറ്റേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ എനർജി, അങ്ങനെയാണല്ലോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് എനർജി കൂടുതലും റിസീവ് ആവുന്നത് ആ ഡിവൈൻ്റെ പുറവശത്ത് ബാക്ക് സൈഡിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ്. ക്ഷേത്രത്തിൻ്റെ പുറവശം അവിടെ ഇരുന്നാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ആ സ്പന്ദനത്തെ, ഹയർ സ്റ്റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ്റെ അവസ്ഥയെ കടന്നു പോകാൻ പറ്റുന്നത്. എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ചക്കുളത്തമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ ദേവത ഇരിക്കുന്നതിൻ്റെ പുറവശത്തായിട്ട് നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കണം. ഭയങ്കരം ഹയർ എനർജിയാണ് അവിടെ നമുക്ക് റിസീവ് ആവുന്നത്. ഗുരുവായൂരമ്പലത്തിൻ്റെ ആണെങ്കിലും പിൻവശത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. അവിടെയാണ് കുറച്ചുകൂടെ എനർജി റിസീവ്. ഞാനൊക്കെ പോകുമ്പം എപ്പോഴും പുറവശത്തിരുന്നാണ് മെഡിറ്റേറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പം നമ്മൾ ചിലപ്പം ഇപ്പോൾ രാജയോഗി അഭ്യസിക്കുന്നവർക്കും പല രീതിയിൽ ക്രിയകൾ പ്രാക്ടീസ് ചെയ്യുന്നവരോട് ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഇവിടെ ഭാഗത്തായിട്ട് ശ്രദ്ധ കൊടുത്തിട്ട് ധ്യാനം ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുണ്ടലിനി റേസ് ആയി വരുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാൻ പറ്റുന്നത്. എന്നാൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുമ്പം അനാഹതയാണ് നമുക്ക് അവസരം ഒരുങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു സ്പന്ദനം കിട്ടുന്ന ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ ചക്കുളത്തമ്പലത്തിൽ ചെല്ലുമ്പോൾ മണിപ്പൂരകയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മണിപ്പൂരകയിൽ മാത്രം ഇതെടുക്കുക. ആ ഡിവൈൻ ഫോമിൽ തന്നെ, ഡിവൈൻ എനർജി തന്നെ നമ്മൾ കടന്നു. അവിടെ നമുക്കൊരു എഫേർട്ട് എടുക്കണ്ട. ക്ഷേത്രങ്ങളിൽ ചെന്ന് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ഇപ്പോൾ സർപ്പക്കാവുകളിലൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒഴിവാക്കാം. അത് നമുക്കത്ര വേണ്ടതല്ല. അത് നമുക്ക് പൂജാ സമ്പ്രദായത്തിൻ്റെ രീതിയാണ്. ബാക്കിയുള്ള കുലദേവത ക്ഷേത്രങ്ങളിൽ നമ്മുടെ കുലദേവതയാണെങ്കിൽ നമുക്ക് പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. മറ്റുള്ളവർ കുലദേവത ക്ഷേത്രത്തിൽ പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മഹാക്ഷേത്രങ്ങളുണ്ട്, എല്ലാവർക്കും കോമൺ ആയിട്ട് പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളാണ് ഗുരുവായൂർ, ശബരിമല, ചക്കുളത്തുകാവ്, കേരളത്തിലുള്ള ആറ്റുകാൽ, ഇങ്ങനെയൊക്കെയുള്ള മഹാക്ഷേത്രങ്ങളൊക്കെ നമുക്ക് ആർക്കും വേണമെങ്കിലും പോയി മെഡിറ്റേറ്റ് ചെയ്യാം. അവിടെ ചെല്ലുമ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയകളോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വിദ്യകളോ അതൊന്നും നമ്മൾ പരിശീലിക്കാതിരിക്കുക. എവിടാണോ ഒരു സ്പന്ദനം ഉണ്ടാകുന്നത്, ഇനിയിപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും പ്രാണായാമം മാത്രം ചെയ്യാൻ നോക്കുക. അല്ലാതെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വെച്ചാൽ ആ ഡിവൈൻ നമ്മളിൽ പ്രവർത്തിക്കും. അവിടാണ് നമ്മൾ റിയൽ ഗ്രേസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ എനർജി വർക്ക് ചെയ്ത് ഓരോരോ ചക്രങ്ങളും ആ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് വളരെ സാധ്യതയാക്കി തീർക്കുക. നമസ്കാരം.